പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കട്ടിലിന്മേൽ കിടത്തി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ഏലിയാവിനെ ദൈവം സരത്തിലെ വിധവയുടെ വീട്ടിലേക്ക് അയച്ചു. കിരീത്തിൻ്റെ വക്കിൽ ഏലിയാവ് കുറേ നാൾ ഒളിച്ചിരുന്നു. അതിനു മുൻപ് ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് വളരെ വ്യക്തമായും കർക്കശമായും ചില വാക്കുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല എന്ന്. ഏലിയാവ് പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ കിരീത്തിൻ്റെ വക്കിൽ ഒളിച്ചിരിക്കുക. നിന്നെ പോറ്റേണ്ടതിന് ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്ക നിനക്ക് ആഹാരം തരും. വെള്ളം കുടിക്കാൻ നിനക്ക് കിരീത്തിൽ വെള്ളമുണ്ടല്ലോ, കിരീത്തിലെ വെള്ളം കുടിച്ചുകൊള്ളുക. ഏലിയാവ് കിരീത്തിലെ വെള്ളം തീരുന്നവരെയും അവിടെ കിരീത്തിൻ്റെ വക്കിൽ താമസിച്ചു. എന്നാൽ വെള്ളം വറ്റി. ഏലിയാവ്
ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഏലിയാവ് ആലോചിക്കുന്നതിന് മുൻപ് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ സരപ്തിയിലേക്ക് പോകുക, അവിടെ നിന്നെ പോറ്റുവാൻ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെന്നു. ഏലിയാവിൻ്റെ വിശപ്പിന് അപ്പം കൊടുത്തതോടെ ആ വിധവയുടെ കലത്തിലെ മാവ് പിന്നെയും പിന്നെയും നിറഞ്ഞു വന്നു. ഭരണിയിലെ എണ്ണ പിന്നെയും പിന്നെയും നിറഞ്ഞു വന്നു. ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല, കലത്തിലെ മാവ് കുറഞ്ഞില്ല. നിരന്തരം അപ്പം ചുടുവാൻ തക്കവണ്ണം സമൃദ്ധി ഉണ്ടായി. പട്ടിണി പാവങ്ങളായിരുന്ന ആ ദേശക്കാർക്കൊക്കെയും ആഹാരം കിട്ടി. വലിയ അത്ഭുതമാണ് നടന്നത്. ആളുകളുടെ ഇടയിൽ ഒരു ചിന്താവിഷയമായി, ചർച്ചാ വിഷയമായി. നോക്കൂ, ആ ദൈവപുരുഷനോട് വന്നതിന് ശേഷം എന്തൊരു മാറ്റം! ദൈവപുരുഷൻ ആ വീട്ടിൽ കാലുകുത്തിയതിന് ശേഷം എന്തൊരു മാറ്റം! ആ ദൈവപുരുഷനോട് വന്ന് ആ ദൈവപുരുഷന് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന് ശേഷം കണ്ടില്ലേ എന്തുമാത്രം ആഹാരം! കലത്തിൽ മാവ് കുറയുന്നില്ല, ഭരണിയിലെണ്ണ വറ്റുന്നില്ല. നമുക്കെല്ലാം ആഹാരം, നാട്ടുകാർക്കെല്ലാം ആഹാരം. നമ്മുടെ പട്ടിണി തീർന്നു, നമ്മുടെ ക്ഷാമം തീർന്നു. സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവ്, മറക്കരുത്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് യാക്കോബ് പറയുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് ഒരു വീട്ടിൽ ചെന്ന് പാർത്തു, അവിടെ അനുഗ്രഹം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നാം എങ്ങോട്ട് നീങ്ങിയാലും അവിടെ അനുഗ്രഹം പറയി വരും, ഉറപ്പാണ്. കേൾക്കൂ, ദൈവത്തിൻ്റെ വചനപ്രകാരം നാം എങ്ങോട്ട് നീങ്ങിയാലും, ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് നാം എവിടെ പോയാലും ഒട്ടും പേടിക്കണ്ട, അനുഗ്രഹം പിറകെ വരും, സമൃദ്ധി പിറകെ വരും, എന്നും നിറവായിരിക്കും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നീങ്ങണം, ദൈവത്തിൻ്റെ വചനപ്രകാരം നീങ്ങണം, ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് നീങ്ങണം, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് നീങ്ങണം. ഏലിയാവ് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചു. കിരീയത്തിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു, ഒളിച്ചിരുന്നു. കിരീയത്തിൽ നിന്ന് സരപ്തിയിലേക്ക് പോകാൻ പറഞ്ഞു, പോയി. വിധവയുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു, വിധവയുടെ വീട്ടിൽ ചെന്നു. ഏലിയാവ് അവിടെ പാർത്തു. ആ വീട്ടിൽ മുകളിലത്തെ നിലയിൽ മാളികയിൽ ഒരു മുറിയുണ്ട്, അത് ഏലിയാവിന്. പക്ഷേ ഏലിയാവിന് പരസ്യമായിട്ട് രംഗത്തിറങ്ങാൻ പറ്റില്ല. പരസ്യമായിട്ട് രംഗത്തിറങ്ങിയാൽ ആഹാവ് കണ്ടുപിടിക്കും. ആഹാവ് രാജാവ് തിരഞ്ഞെടുക്കുകയാണ്, ഏലിയാവ് എവിടെയുണ്ട് ഏലിയാവ്? ആഹാവ് രാജാവിൻ്റെ ശത്രുവാണ് ഏലിയാവ്, ദൈവജനത്തിൻ്റെ ശത്രുവാണ് ആഹാവ്. അതുകൊണ്ട് ആഹാവ് രാജാവ് ഭാര്യ ഇസബെല്ലും ഏലിയാവിനെ കൊല്ലുവാനെങ്കിൽ തക്കം നോക്കി നടക്കുകയാണ്. ഏലിയാവ് കൊണ്ട് അവിടെ ഒളിച്ചു പാർക്കുന്നു. അപ്പോഴാണ് ആ വീട്ടിൽ അത്യാഹിതം ഉണ്ടായത്. അതാണ് നാം വായിക്കുന്നത്, 17-ാം വാക്യം. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മോൻ ശ്വാസം നിലച്ചു. പെട്ടെന്ന് രോഗം ഉണ്ടായത്. ആ വിധവയായ സ്ത്രീയുടെ മകൻ ശ്വാസം നിലച്ചു, മരിച്ചു. ആ സ്ത്രീ അമ്പരപ്പിലായി, ദീനം പിടിച്ച് കിടപ്പിലായി. ഇതേം കഴിയുന്നതിന് മുൻപ് മോൻ മരിച്ചു പോയി. അവൾ ഏലിയാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവപുരുഷനെ എന്താ ഇത്? അങ്ങ് ദൈവപുരുഷനല്ലേ, നീ എൻ്റെ മോനെ കൊല്ലാനാണോ ഇവിടെ വന്നത്? അതുപോലെ എൻ്റെ പാപം ഓർപ്പിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ ഇവിടെ വന്നത്? എന്താണ് അങ്ങനെ പറയാൻ കാരണം? വ്യക്തമായ സൂചനയില്ല, വ്യക്തമായ തെളിവുമില്ല. എങ്കിലും ചില വേദവ്യാഖ്യാതാക്കളുടെ അഭിപ്രായം, ഈ സ്ത്രീ ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രസവിച്ച മകനാണ് ഈ മോൻ. അതാണ് എൻ്റെ പാവം ഓർപ്പിക്കുന്നു എന്ന് ചിന്തിക്കാൻ കാരണം. ആ സ്ത്രീക്ക് പാവബോധമുണ്ടായി, മോൻ മരിച്ചപ്പോൾ പാവബോധമുണ്ടായി. അവിഹിത ബന്ധത്തിൽ കൂടി ജനിച്ച മകനാണ് ഈ മോൻ. അവിഹിതമായി ജനിച്ചവനായതുകൊണ്ട് ആ മോൻ മരിച്ചപ്പോൾ ഈ സ്ത്രീക്ക് പാവബോധമുണ്ടായി. മുമ്പെന്നോ ചെയ്തു പോയ പാവം, അത് അവളുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നതായ പാവം, മറന്നു കിടന്നിരുന്നതായ പാവം ഇപ്പോൾ പെട്ടെന്ന് പൊന്തി വന്നു. അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അരുതാത്ത ചെയ്തു പോയല്ലോ, അരുതാത്ത എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ, വേണ്ടിയിരുന്നില്ലല്ലോ, കഷ്ടമായി പോയല്ലോ, എനിക്കിപ്പോൾ കുറ്റബോധം വരുന്നു. മോൻ മരിച്ചു, അവിഹിത ബന്ധത്തിൽ കൂടി കിട്ടിയ മോൻ മരിച്ചു.
ഇത്രയും കാലം മോൻ എനിക്ക് തുണയായിരുന്നു, ഇതാ അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ ദൈവപുരുഷനെ, ഇതെന്ത്? എനിക്കും നിനക്കും തമ്മിലെന്ത്? ഈ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വാട്ട് ഹാവ് ഐ ടു ഡൂ വിത്ത് ദീ? എനിക്കും നിനക്കും തമ്മിലെന്ത്? ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്? എൻ്റെ പാവം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ വന്നത്? ആ സ്ത്രീ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ കാര്യമേ ഓർമ്മിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ പാപം നമ്മെ ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ പറ്റിയ തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്നു. ദാവീദ് രാജാവ് അബ്ശാലോമിനെ, സ്വന്തം മകനായ അബ്ശാലോമിനെ ഭയന്ന് ഓടിയപ്പോൾ ദാവീദ് ഓർത്തത്, അയ്യോ ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ പാപം വന്നു പോയല്ലോ, എൻ്റെ ഭവനത്തിൽ വേണ്ടാതിന് നടന്നു പോയല്ലോ, എൻ്റെ ഭവനത്തിൽ തന്നെ അരുതായികൾ സംഭവിച്ചു പോയല്ലോ. ദാവീദിന് അതുമൂലം അനുതാപം വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 4-ാം സങ്കീർത്തനത്തിൽ നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ എന്ന് ദാവീദ് കരയുന്നത്. നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ. പാപം ഒരിക്കൽ വന്നതിൻ്റെ അതിൻ്റെ റിയാക്ഷൻസാണ്, അതിൻ്റെ തിരിച്ചടികളാണ് ഇതാ പിന്നാലെ വരുന്നത്. ഓർത്തുകൊള്ളൂ, ഒന്നും യാദൃശ്യമല്ല, ഒന്നും യാദൃശ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പാപത്തിനും അതിന് തിരിച്ചടികൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം നേരിട്ട് വന്നേക്കാം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദാവീദ് പാപം ഏറ്റു പറഞ്ഞപ്പോൾ അന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീ നിൻ്റെ പാപം ഏറ്റു പറഞ്ഞു, പാപം ദൈവം ക്ഷമിച്ചു, പക്ഷേ ഒരു കാര്യം പറയാം, നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് അനർത്ഥമുണ്ടാകും, നിൻ്റെ വീട്ടിൽ തന്നെ വ്യഭിചാരം നടക്കും, നിൻ്റെ വീട്ടിൽ വ്യഭിചാരം നടക്കും, നിൻ്റെ വീട്ടിൽ കൊലപാതകം നടക്കും, നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് അനർത്ഥമുണ്ടാകും. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ പറയുന്ന ഈ വാക്യം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതോടെ നിറവേറി. ദാവീദിൻ്റെ ഒരു മകനായ അമ്നോൻ ദാവീദിനോളായ താമാരിനെ വ്യഭിചാരം ചെയ്തു. സ്വന്തം സഹോദരൻ വ്യഭിചാരം ചെയ്തു ദാവീദിൻ്റെ വീട്ടിൽ. ദാവീദിൻ്റെ ഒരു മകനായ അബ്ശാലോം ദാവീദിൻ്റെ മകനായ അമ്നോനെ അടിച്ചു കൊന്നു, കൊലപാതകം നടന്നു. ദാവീദിൻ്റെ പാപം ക്ഷമിച്ചു, പക്ഷേ തിരിച്ചടികൾ തുടരുകയാണ്, പിന്നെയും വരികയാണ്. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ദാവീദ് കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നു. അബ്ശാലോമിന് ഭയന്ന് കൊട്ടാര വിപ്ലവം ഉണ്ടായി, പട്ടാള വിപ്ലവം ഉണ്ടായി. കൊട്ടാരത്തിൽ പട്ടാള വിപ്ലവം ഉണ്ടായി, സൈന്യം ദാവീദിനെതിരായി. ദാവീദ് ഓടിപ്പോയി. അന്ന് ഗുഹയിൽ കിടക്കുമ്പോൾ ദാവീദ് കരയുകയാണ്, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ പാപത്തിൻ്റെ തിരിച്ചടികൾ പിന്നാലെ വരുന്നുണ്ട്. ആ സ്ത്രീ പറയുകയാണ്, ഏലിയാവോട് പറയുകയാണ്, നീ എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ ഈ വീട്ടിലേക്ക് വന്നത്? ദൈവത്തിന് സ്തോത്രം. പാപം ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ യൗസേപ്പിൻ്റെ സഹോദരന്മാർ അവർ പരസ്പരം പറയുന്നൊരു വാക്കുണ്ട്. യാക്കോബിൻ്റെ മകനായ യൗസേപ്പിൻ്റെ സഹോദരന്മാർ മിസ്രയീമിൽ കൊട്ടാരത്തിൽ ചെന്ന് യൗസേപ്പിൻ്റെ മുമ്പിൽ യൗസേപ്പ് ആണെന്നറിയാതെ മുട്ടുകുത്തി യൗസേപ്പിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരം ധാന്യം വാങ്ങിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അവർ പരസ്പരം പറയുന്ന വാക്കുണ്ട്, ഇത് നാം നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹമാകുന്നു. യാദൃശ്യമായി നമുക്ക് വന്നതല്ല. ഇന്ന് നമുക്ക് ഈ നേരിട്ടിരിക്കുന്ന ദുരിതം, ഇന്ന് മിസ്രയീമിൽ നിന്ന് അടിമകളായി കഴിയേണ്ടി വരുന്നത്, നമ്മിൽ ഒരാളിവിടെ അടിമയായി നിന്നിട്ട് മറ്റുള്ളവർ മാത്രം പോകാൻ അനുവദിക്കുന്നത് നിസ്സാര കാര്യമല്ല. ഇതിന് തക്ക കാരണമുണ്ട്. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹത്തിൻ്റെ പ്രതികാരമാകുന്നു. നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ആ തെറ്റിപ്പോൾ ഓർമ്മ വരികയാണ്, തെറ്റോർമ്മ വരുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ഓർമ്മ വരണം. നമ്മുടെ ജീവിതത്തിൽ പാപം ഓർമ്മ വരണം. ദൈവത്തിന് സ്തോത്രം. പാപം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഓർമ്മ വന്ന് പാപത്തെ ഓർത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഓരോ സംഭവത്തിൽ കൂടെയും, ഓരോ അപകടങ്ങളിൽ കൂടെയും, ഓരോ ആപത്തിൽ കൂടെയും, ഓരോ ഞെരുക്കങ്ങളിൽ കൂടെയും എല്ലാം, ഓരോ രോഗങ്ങളിൽ കൂടെയും എല്ലാം, അനർത്ഥങ്ങളിൽ കൂടെ, നഷ്ടങ്ങളിൽ കൂടെ എല്ലാം ഓർക്കണം, എനിക്കെന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ, തിരിഞ്ഞു നോക്കി ചിന്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നാം ചിന്തിച്ച് നോക്കണം. അപ്പോഴാണ് പാപം നമുക്ക് ഓർമ്മ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ.
അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്നവർ തമ്മിൽ പറഞ്ഞു. അവർക്ക് കുറ്റബോധമുണ്ടായി. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേദപുസ്തകത്തിലൊരു വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണിത്. യാക്കോബിനുമനായ യൗസേപ്പിനെ അവൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇസ്മായിലെ കച്ചവടക്കാർ കൊടുത്തു. യൗസേപ്പിനെ കച്ചവടക്കാർ കൊണ്ടുപോയി മിസ്രൈം ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റു. ഈജിപ്തിൽ 17 കൊല്ലം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. എന്നാൽ യൗസേപ്പ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി അവിടുത്തെ പ്രധാനമന്ത്രിയായി തീർന്നു. യൗസേപ്പ് പ്രധാനമന്ത്രിയായി തീർന്ന കാലത്ത് അന്നാണ് ദേശത്ത് ക്ഷാമം ഉണ്ടായത്. കനാൻ നാട്ടിലൊക്കെയും ക്ഷാമം ഉണ്ടായി. പലസ്റ്റൈനിലെ ആ ക്ഷാമദേശത്ത് നിന്ന് യാക്കോബ് തൻ്റെ മക്കളെ പറഞ്ഞയച്ചു. ഈജിപ്തിൽ ധാന്യം കൊടുക്കുമെന്ന് കേട്ടല്ലോ, മക്കളെ നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരിക എന്ന്. അവരെല്ലാവരും പോയി. ഈ മക്കളെല്ലാവരും പോയി, ബെന്യാമീൻ ഒഴികെ, ഇളയവനൊഴികെ. യൗസേപ്പിനെ അവർ കണ്ടിട്ട് മനസ്സിലായി, എന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടവർ, എന്നെ വിറ്റ് കാശ് വാങ്ങിയവർ, 20 വെള്ളിക്കാശ് വാങ്ങിയവർ, എൻ്റെ ജീവിതത്തിൽ കഠിനമായി ഉപദ്രവം ചെയ്തവർ, എന്നെ കൊല്ലാൻ നോക്കിയവർ, അവരല്ലേ ഒന്ന് നിൽക്കുന്നത് എന്ന് യൗസേപ്പിന് മനസ്സിലായി. പക്ഷേ യൗസേപ്പിന് വൈരാഗ്യമില്ല, യൗസേപ്പിന് പകയില്ല, യൗസേപ്പിന് വിദ്വേഷമില്ല, യൗസേപ്പിന് അവരോട് അല്പം പോലും കയ്പില്ല. മറിച്ച് യൗസേപ്പ് അവരെ സ്നേഹിച്ചു, അവരെ തന്നെ വെളിപ്പെടുത്തിയില്ല. പക്ഷേ യൗസേപ്പ് ഒരു കാര്യം ആഗ്രഹിച്ചു, അവരുടെ ജീവിതത്തിലെ പാപം ദൈവം ക്ഷമിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് അനുതാപം വരണം. യൗസേപ്പ് ക്ഷമിച്ചു, ശരിയാണ്, യൗസേപ്പിന് പരാതിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നേക്കും ആ പാവം നിൽക്കും എന്ന് യൗസേപ്പിനറിയാം. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ അനുവദിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതുകൊണ്ട് യൗസേപ്പ് അവരോട് കർക്കശമായി ഇടപെട്ടു, വളരെ കർക്കശമായി ഇടപെട്ടു. യൗസേപ്പ് പറഞ്ഞു, നിങ്ങളിലെ ഒരാൾ ജയിലിൽ കിടക്കണം. തന്നെയുമല്ല, നിങ്ങൾ പോയി നിങ്ങളുടെ ഇളയ അനുജനെ ഇവിടെ കൊണ്ടുവന്നല്ലാതെ ഈ ജയിലിൽ കിടക്കുന്നയാളെ ഞങ്ങൾ വിടുവിക്കുകയുമില്ല. വളരെ ക്രൂരമായി പെരുമാറി. ഉള്ളിൽ ക്രൂരത ഉണ്ടായിട്ടല്ല, അവർ കുറ്റബോധം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഉള്ളിൽ അല്പം പോലും ദേഷ്യം വന്നിട്ടല്ല, അവർ കുറ്റബോധം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാണ് ദൈവിക സ്നേഹം. യൗസേപ്പ് അവരോട് ക്രൂരമായി സംസാരിച്ചു, യൗസേപ്പ് അവരോട് കഠിനമായി സംസാരിച്ചു. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സഹോദരനായ യൗസേപ്പിനോട് നാം ദ്രോഹം ചെയ്തില്ലേ? അവനോട് ചെയ്ത ദ്രോഹത്തിൻ്റെ തിരിച്ചടി നാം ഇപ്പോൾ ഏൽക്കുകയാണ്. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടറിയും. അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറഞ്ഞു. അവൻ നമ്മോട് കെഞ്ചി, യൗസേപ്പ് നമ്മോട് കെഞ്ചി യാചിച്ചു, പക്ഷേ അവൻ്റെ സങ്കടം നാം കേട്ടില്ല, അവൻ്റെ അഭയാചന നാം കേട്ടില്ല, തെല്ലുപോലും കരുണ കാണിച്ചില്ല, അവനോട് അല്പം പോലും ഒരു കനിവ് നമുക്ക് തോന്നിയില്ല. ഇതാ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു. നമ്മുടെ സഹോദരൻ ജയിലിലാകേണ്ടി വന്നിരിക്കുന്നു. നമ്മുടെ ഇളയ സഹോദരനെ കൊണ്ടുവന്നല്ലാതെ ഈ സഹോദരൻ വിടുവിക്കുകയില്ല. നാം എന്തു ചെയ്യും? അവർ പരസ്പരം പറയുന്നത് യൗസേപ്പിന് മനസ്സിലായി. കാരണം അവർ ഇബ്രായ ഭാഷയിലാണ് പറഞ്ഞത്. യൗസേപ്പ് ഇബ്രായ ഭാഷ അറിയാവുന്നവനാണല്ലോ. എന്നാൽ യൗസേപ്പ് മിസ്രൈമിലായതുകൊണ്ട് മിസ്രൈമിലെ കോപ്റ്റിക് ഭാഷ അറിയാം, ഈജിപ്തിലെ ഭാഷ അറിയാം. ആ ഭാഷയിലാണ് യൗസേപ്പ് അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് യൗസേപ്പിന് അവർ പറയുന്നത് മനസ്സിലാകുകയില്ലെന്ന് വിചാരിച്ചാണ് അവർ പറയുന്നത്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നുവെന്ന്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ദ്രോഹം വന്നു പോയില്ലേ? സഹോദരനോട് ക്രൂരത ചെയ്തു പോയില്ലേ? സഹോദരനെ വ്യസനിപ്പിച്ച് പോയില്ലേ? അവനെ വിറ്റ് പോയില്ലേ? അവനെ വിറ്റ് പൈസ വാങ്ങിപ്പോയില്ലേ? അയ്യോ, തെറ്റുപറ്റിപ്പോയല്ലോ. ഇതിൻ്റെ എല്ലാം തിരിച്ചടി ഞങ്ങൾ ഏൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗൗരവമേറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും വന്നുപോയ തിന്മകൾ അത് നമ്മുടെ പിറകെ വരികയാണ്. പാപം നമ്മെ വേട്ടയാടുകയാണ്. പാപവും ശാപവും നമ്മുടെ പിറകെ വരികയാണ്. ഈ ഭൂമിയിൽ നാം ചെയ്തു പോയ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ പിന്നാലെ വന്ന് നമ്മെ പിടികൂടുകയാണ്, നമ്മെ ആക്രമിച്ച് കീഴടക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് 7-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്. 7-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ദാവീദ് നിന്ന് കരയുകയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടിക്കൊണ്ട് പിന്നാലെ ചിലർ വരുന്നു. നമ്മുടെ ഓരോരുത്തരും പിന്നാലെ
ദുരാത്മാക്കൾ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ദുരാത്മാക്കൾ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്തെല്ലാം നാം കൈക്കൂലി വാങ്ങിയത്, അന്യായമായി സമ്പാദിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശമില്ലാത്ത രൂപ നമ്മുടെ കൈവശം വന്നു ചേർന്നത്, പ്രിയപ്പെട്ടവരെ, നാം ചിലരെ കരയിപ്പിച്ചത്, ചിലരെ ദുഃഖിപ്പിച്ചത്, ഒരുപക്ഷെ നമ്മുടെ ഭാര്യയാകാം, അല്ല നമ്മുടെ ഭർത്താവിനെയാകാം, അല്ല മക്കളെയാകാം, അല്ല മാതാപിതാക്കളെയാകാം, അല്ല ഒരുപക്ഷെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ആയിരിക്കാം. നാം ആരെയെങ്കിലും വ്യസനിപ്പിച്ചത്, ആരെയെങ്കിലും പുച്ഛിച്ചത്, ആരെയെങ്കിലും തരം താഴ്ത്തിയത്, നാം ആർക്കെങ്കിലും കിട്ടേണ്ടിയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നന്മകൾ കിട്ടാതെ തടുത്തു വെച്ചത്, എന്തെല്ലാം ഓർത്തു നോക്കൂ. എന്തെല്ലാം അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, എഴുതായികൾ എന്തെല്ലാം സംഭവിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം നാം മറന്നു. പക്ഷേ ഒന്നും മറന്നിട്ടില്ല, ദൈവസന്നിധിയിൽ മറന്നു പോയിട്ടില്ല. അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, അത് ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. വേദപുസ്തകം പറയുന്നത് സ്മരണയുടെ പുസ്തകം എന്നാണ്, അത് ഓർമ്മയുടെ പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരു നാൾ ഈ പുസ്തകം തുറക്കും. പുസ്തകങ്ങൾ തുറക്കുന്നൊരു ദിവസമുണ്ട്. ഓരോരുത്തരുടെ പേരിലുള്ള പുസ്തകങ്ങൾ തുറക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് ഓരോന്ന് വായിച്ച് കേൾപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമായിരിക്കും കേൾക്കുന്നത്. ആബാലവൃത്തം സകലമാന മനുഷ്യൻ കേൾക്കേ. ആ ന്യായവിസ്താര രംഗത്ത് ഓരോന്നും വായിച്ച് കേൾപ്പിക്കുമ്പോൾ എല്ലാവരും കേൾക്കുകയാണ്, വായിച്ച് കേൾപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ദൈവം നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞവർ, നമ്മെ നല്ലതെന്ന് പറഞ്ഞവർ, നമ്മളുടെ ഭക്തനാണ് നമ്മെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവർ, അവരെല്ലാം നമ്മുടെ തനിനിറം കാണുന്നു, തനിനിറം എന്താണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും കേൾക്കേ. ഇതാ നമ്മെക്കുറിച്ചുള്ളതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ രഹസ്യങ്ങളും എല്ലാം രംഗത്ത് വരുന്നു. രഹസ്യങ്ങളെല്ലാം മറന്നീക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം പരസ്യമായി വായിച്ച് കേൾപ്പിക്കുന്നു. ആബാലവൃദ്ധം സകലമാന മനുഷ്യരും കേൾക്കേ. എല്ലാം വായിച്ച് കേൾപ്പിക്കുമെന്നാണ് വെളിപ്പാട് 20 അധ്യായം 11 വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. ആബാലവൃദ്ധം സകലമാന മനുഷ്യരും കേൾക്ക് വായിക്കും. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ ദിവസമുണ്ട്. അന്ന് സകലരും ഇത് എല്ലാം കേൾക്കും. അന്ന് നാം മറന്നുപോയതെല്ലാം അപ്പോൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. എല്ലാം ഓർമ്മയിൽ കൊണ്ടുവരും. ഓരോന്ന് വായിച്ച് കേൾപ്പിക്കും. എല്ലാറ്റിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാകുന്നു. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മാത്രവുമല്ല, വേദപുസ്തകം പറയുന്നു, അവർ നീതിന്യായാധിപതിയായ കർത്താവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്, അക്കൗണ്ട് നോക്കുന്ന ഒരു നാളുണ്ട്. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. അക്കൗണ്ട് നോക്കുന്ന നാളിൽ നാം എങ്ങനെ നിൽക്കും? ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ സംഭവം വരാൻ പോകുന്നുണ്ട്, അങ്ങനെ ദിവസം വരാൻ പോകുന്നുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒഴിവില്ല. തീർച്ചയായും നാം എല്ലാവരും ഒരു ദിവസം ആ നീതിന്യായാധിപതിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉള്ളതെല്ലാം കർത്താവിനോട് പറയാം, കർത്താവേ ക്ഷമിച്ചു തരണമേ. ഇപ്പോൾ ഇവിടെ വെച്ചതെല്ലാം ക്ഷമിച്ചു തരണമേ. നാഥാ, നിൻ്റെ തിരുവിലാവിൽ കൂടി ഒഴുകിയ ആ തിരുരക്തത്തിൽ കൂടി എൻ്റെ പാപക്കറകളെല്ലാം കഴുകിപ്പോകണമേ. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെച്ച് എൻ്റെ പാപക്കറകളെല്ലാം കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സമർപ്പിക്കാം, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വാക്ക് പറയാം. എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ ഇത്രയും കാലം കൊണ്ട് സംഭവിച്ചു പോയി. അനേകർ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ അറിഞ്ഞില്ല, എൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല, എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല, എൻ്റെ കർത്താവേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അറിഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവമേ, നീ എല്ലാം അറിഞ്ഞു. നിന്നെ മറയ്ക്കാൻ സാധ്യമല്ല, നിന്നെ ഒളിക്കാൻ സാധ്യമല്ല. എല്ലാം നീ അറിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എളിമയോടെ മുമ്പാകെ വരികയാണ്. ഇന്ന് എനിക്ക് ശരീരത്തിൽ ജീവനുള്ളപ്പോൾ, കർത്താവേ, ഇന്ന് ബോധമുള്ളപ്പോൾ ഞാൻ എല്ലാം ഓർത്തുകൊണ്ട് തിരുമ്പാകെ വരുന്നു. എല്ലാം ഇതാ ഞാൻ ഏറ്റു പറയുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അവൻ നീതിമാനായ ദൈവം, അവൻ സർവ്വവല്ലഭനായ ദൈവം, അവൻ സർവ്വശക്തിയുള്ള ദൈവം, അവൻ സർവ്വവ്യാപിയായ ദൈവം, അവൻ സർവജ്ഞനായ ദൈവം, അവൻ സർവ്വവല്ലഭത്വമുള്ള ദൈവം, അവൻ നിത്യനായ ദൈവം, അവൻ നിത്യപരിശുദ്ധനായ ദൈവം, അവൻ നിത്യതേജോമയനായ ദൈവം, നിത്യതേജോമയനായ ദൈവം. തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കും നമ്മുടെ നിൽപ്പ്, എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, അന്ന് നാം തകർന്നു പോകാതിരിക്കണമെങ്കിൽ, അന്ന് നരകത്തിൻ്റെ ഭീകരാഗ്നിയിലേക്ക് എറിയപ്പെടാതിരിക്കണമെങ്കിൽ, ചാകാത്ത മുഴുവൻ കെടാത്തതുള്ള നരകത്തിൻ്റെ ഭീകര ദണ്ഡനത്തിലേക്ക് നാം പൊയ്പോകാതിരിക്കണമെങ്കിൽ ഇന്ന് അനുഭവിച്ചു കൊള്ളുക, ഇന്ന് മാനസാന്തരപ്പെട്ടു കൊള്ളുക, ഇന്ന് നാം ദൈവത്തിന് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. കർത്താവേ, നീ എനിക്ക് കുറ്റബോധം തരുന്നല്ലോ, എൻ്റെ പാപം നീ ഓർപ്പിക്കുന്നല്ലോ. എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും
എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നതെന്നാണ് ആ സ്ത്രീ ഏലിയാവോട് ചോദിച്ചത്. ഏലിയാവ് ആ ഭവനത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ മോൻ മരിച്ചു. ആ വിധവയായ സ്ത്രീയുടെ മകൻ മരിച്ചു. ഒരുപക്ഷേ ആ സ്ത്രീയുടെ മകൻ ഒരുപക്ഷേ അവൻ അവിഹിതമായി ഉണ്ടായവനായിരിക്കാം. അതുകൊണ്ടായിരിക്കുമോ അങ്ങനെ പറയുന്നത്, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം തീർച്ച, ആ സംഭവത്തോടുകൂടി അവൾക്ക് പാപബോധമുണ്ടായി. മോൻ മരിച്ചതോടുകൂടി അവൾക്ക് പാപബോധമുണ്ടായി. ഒരു വലിയ കെടുതി വന്നതോടുകൂടി അവൾക്ക് പാപബോധമുണ്ടായി. വലിയ അത്യാഹിതം വന്നതോടുകൂടി അവൾക്ക് പാപബോധമുണ്ടായി. ഒരു വലിയ കഷ്ടത വന്നതോടുകൂടി അവൾക്ക് പാപബോധമുണ്ടായി. കുടുംബത്തിൽ വലിയൊരു അരിഷ്ടത വന്നതിൽ കൂടി അവൾക്ക് പാപബോധമുണ്ടായി. പ്രിയപ്പെട്ടവരെ, പാപബോധം ഉണ്ടാകട്ടെ. പാപബോധം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുരുഷൻ അരികത്തേക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനമുള്ള ദൈവപുരുഷൻ അരികത്തേക്ക് വരണം. നിൻ്റെ വായിലുള്ള ദൈവത്തിൻ്റെ വചനം സത്യമെന്ന് ഞാൻ അതിനാൽ അറിയുന്നു. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവപുരുഷനെന്നും നിൻ്റെ വായിലുള്ള ദൈവത്തിൻ്റെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പുതിയ തീരുമാനമെടുക്കാം. നാഥ, എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഭയങ്കരമായ വേലിയേറ്റത്തിൽ ഞാൻ തകർന്നവളാണ്, ഞാൻ തകർന്നു പോയവനാണ്. നാഥ, അനേകം പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഇന്ന് ഞാനിതാ വേദനയോടെ തിരുമ്പാകെ വരുന്നു. അനുതാപത്തോടെ ഞാനിതാ വരുന്നു. എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് തരണമേ. കർത്താവേ, തിരക്തത്താൽ എന്നെ കഴുകി എന്നെ ഉടുപ്പാക്കണമേ. ഗോകുൽത്തായിലെ കുരിശിൽ ചിന്തിയ തിരുരക്തം, കർത്താവേ, കാൽവറി മലയുടെ ഉയരത്തിൽ ചിന്തിയ തിരുരക്തം. നാഥ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മേലൊരു തുള്ളി വന്ന് പതിയണമേ, എന്നെ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. തീരുമാനമെടുക്കൂ. നിങ്ങൾ മേലിൽ പാവം ചെയ്യുകയിലും തീരുമാനിക്കൂ. ഇനിമേൽ പാവം ഉണ്ടാകുകയിലും തീരുമാനിക്കൂ. ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. യേശുവേ, ഇന്നു മുതൽ, നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഞാൻ നിൻ്റെ വക, ഞാൻ നിൻ്റേത് മാത്രം. യേശുവേ, നീ എൻ്റെ സമ്പത്ത്, നീ എൻ്റെ സ്വത്ത്, ഞാൻ നിൻ്റെ വക. യേശുവേ, എനിക്ക് എൻ്റെ മേൽ അവകാശമില്ല. എൻ്റെ മേലുള്ള സകല അവകാശവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നീ എന്നെ സ്വീകരിക്കുക, നീ എന്നെ കയ്യിലെടുക്കുക, നീ എന്നെ ഉപയോഗിക്കുക, നീ എന്നെ വാഴ്ത്തുക, നീ എന്നെ ശുദ്ധീകരിക്കുക, നിൻ്റെ തിരുരക്തത്തിൻ്റെ മേൽ പകരുക, എന്നെ നിൻ്റെ തിരുരക്തത്താൽ പൊതിയുക, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. കർത്താവേ, കടന്നു വരണമേ. യേശുവേ, എഴുന്നള്ളി വരണമേ. യേശുവേ, എൻ്റെ നാവിന്മേൽ തീക്കനൽ തൊടുവിക്കണമേ. യേശുവേ, എനിക്ക് കുറ്റബോധം തരണമേ. എൻ്റെ യേശുവേ, പാപബോധം തരണമേ. എൻ്റെ യേശുവേ, ഇതിൻ്റെ വേല ചെയ്യാനുള്ളതായ വിശുദ്ധി എനിക്ക് തരണമേ. നിൻ്റെ വചനം പറയുവാനുള്ള വിശുദ്ധിയുടെ നാവ് എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിന്റെ കൃപയിൽ പരിപാലിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.